കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഫ്രാൻസ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി ആയത് എന്ന് പഠിച്ചിരുന്നു. അതിൻ്റെ ഇലക്ഷനും നാഷണൽ അസംബ്ലിൻ്റെ ഇലക്ഷൻ പ്രൊസീജിയേഴ്സും ആർക്കൊക്കെയാണ് എലക്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നത് എന്നൊക്കെയുള്ള കാര്യത്തിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് പൊളിറ്റിക്കൽ സിമ്പിൾസിനെ പറ്റിയും അതുപോലെ ഫൈനലി ഫ്രാൻസ് മൊണാർക്കിനെ കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്ത് രാജാവിനെ ഹാങ് ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ആ രീതിയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് റിപ്പബ്ലിക് ആയത് എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പൊളിറ്റിക്കൽ സിമ്പിൾസിനെ പറ്റി പറയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 13-നകത്ത് നിങ്ങൾക്ക് കുറച്ച് 13-നും 12-നകത്തും നിങ്ങൾക്ക് കാണാം കുറച്ച് സിമ്പിൾസ്. ബ്രോക്കൺ ചെയിൻ, ബണ്ടിൽ ഓഫ് റോഡ്സ്, അങ്ങനെ കുറച്ച് സിമ്പിൾസ് ഒക്കെ. ഇതൊക്കെ MCQ രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. കുറച്ചൊരു പിക്ചർ കേസ് സ്റ്റഡി പോലെ അല്ലെങ്കിൽ പിക്ചർ സ്റ്റഡി പോലെ തന്നിട്ട് ഇതെന്താണ് സൂചിപ്പിക്കുന്നത്. മോസ്റ്റ്ലി ചോദിച്ചു കണ്ടിട്ടുള്ളത് ആ റെഡ് ക്യാപ്പിനെ പറ്റിയാണ്. ബിക്കോസ് ആ റെഡ് ക്യാപ്പ് ഇനി വരുന്ന സെക്ഷനിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ആൾക്കാരും ഈ റെഡ് ക്യാപ്പ് ധരിച്ചിട്ടുണ്ട് അല്ലെ. ഇവരെ പറ്റിയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് റെഡ് ക്യാപ്പിന് പിന്നെ ഈ അയൺ ട്രയാങ്കിൾ അതൊക്കെ കുറച്ച് മോസ്റ്റ് പ്രൊമിനൻ്റ്ലി ചോദിച്ചു കണ്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഈ ബ്രോക്കൺ ചെയിൻ എന്താണ്, അത് ഓരോ സിമ്പിളിനും ഓരോ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അല്ല, എന്തിനാ ഈ സിമ്പിൾസ് ഉള്ളത്? ചുമ്മാ ഒരു കാര്യത്തിനാണോ സിമ്പിൾസ്? അല്ല, ഈ വായിക്കാനും എഴുതാനും അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ അല്ലെ. അപ്പൊ ഈ അവരോട് കൺവേ ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന കുറച്ച് മീഡിയംസ് ഓഫ് വേ ഓഫ് കോൺവെർസേഷൻസ് ആയിരുന്നു ഈ ഒരു സിമ്പിൾസും. ഓക്കെ, അപ്പൊ ഇത് നമ്മളിങ്ങനെ ബ്രോക്കൺ ചെയ്യുന്നൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മൾ സ്വതന്ത്രമായി, നമുക്ക് ഫ്രീഡം ഉണ്ട്, അങ്ങനെ ഒരു ഐഡിയ അവരിലേക്ക് എത്തുമായിരുന്നു. ഓക്കെ, അപ്പൊ അതാണ് കാരണം, അങ്ങനെ ഒരു സിമ്പിൾസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള കാരണം. ദ മെജോറിറ്റി ഓഫ് മെൻ ഇൻ ദ 18th century could not read or write. അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ നോക്കിയ പേജ് നമ്പർ 12 ഏറ്റവും അപ്പ് പാർട്ട് ഓഫ് ദ പോർഷൻ ഓഫ് ദ ആ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. So images and symbols were frequently used instead of printed words to communicate important ideas. ഇങ്ങനെയുള്ള important ആയിട്ടുള്ള ideas communicate ചെയ്യാനായിട്ട് the painting by Lee Babia was used many such symbols to convey the content of the Declaration of Rights. Okay, അപ്പം ഇതിനായിട്ടായിരുന്നു എന്ത് ചെയ്തത്, ഈ പൊളിറ്റിക്കൽ സിമ്പിൾ യൂസ് ചെയ്തത്. ഇനി ഓരോ പൊളിറ്റിക്കൽ സിമ്പിളിനും ഓരോ മീനിങ് ഉണ്ട് അല്ലെ. ഈ ബ്രോക്കൺ ചെയിൻ എന്താണ് സിഗ്നിഫൈ ചെയ്യുന്നത്? ചെയിൻസ് വെയർ യൂസ്ഡ് ടു ഫെറ്റർ സ്ലേവ്സ്. ബ്രോക്കൺ ചെയിൻ സ്റ്റാൻഡ് ഫോർ ദ ആക്ട് ഓഫ് ബിക്കമിങ് ഫ്രീ, ഫ്രീഡം ഫ്രം ദ സ്ലേവറി ആൻഡ് ബോണ്ടേജസ്, ഫ്രീഡം ഫ്രം ദ സ്ലേവറി ആൻഡ് ബോണ്ടേജസ്. നമ്മൾ ഈ ആൾക്കാരെ കെട്ടിയിടാനൊക്കെയാണല്ലോ ഈ ചെയിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രോക്കൺ ചെയിനിലൂടെ എന്താണ് മനസ്സിലാക്കുന്നത്? ഫ്രീഡം, നമുക്ക് ഫ്രീഡം കിട്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ബണ്ടിൽ ഓഫ് റോഡ്സ്. അടുത്തത് നോക്കുകയാണെങ്കിൽ ബണ്ടിൽ ഓഫ് റോഡ്സ് ഓർ ഫാസിസ്. one rod can be easily broken but not an entire bundle. അതായത് നമുക്ക് ഒരു റോഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്നൊന്ന് ഓടിക്കാൻ പറ്റും അല്ലെ. നമ്മളിപ്പം ഒരു ചുള്ളിക്കമ്പ് എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഓടിക്കാൻ പറ്റും. പക്ഷെ ഒരുപാട് ചുള്ളിക്കമ്പ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും അല്ലെ. അപ്പം അങ്ങനെ അത് സിഗ്നിഫൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂണിറ്റി, ഒരു കൂട്ടത്തോടെ നിന്നാൽ നമുക്ക് എന്തും നേടാം എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരണം. ഓക്കെ, ദ ഐ വിത്തിൻ എ ട്രയാങ്കിൾ, ദ ഓൾ സീയിങ് ഐ സ്റ്റാൻഡ്സ് ഫോർ നോളജ്. ആ ഒരു ഐ സ്റ്റാൻഡ് ചെയ്യുന്നത് നോളജിന് അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ്. ദ റേസ് ഓഫ് ദ സൺ വിൽ ഡ്രൈവ് അവേ ദ ക്ലൗഡ്സ് ഓഫ് ഇഗ്നറൻസ്. ആ ഒരു സൂര്യന്റെ ഒരു കിരണങ്ങൾ ഇങ്ങനെ ചുറ്റിനും കാണുന്നുണ്ട്. ഓക്കെ, ഇതല്ല ആക്ച്വലി സിമ്പിൾ, ഇവിടെ കാണുന്നതല്ല ആക്ച്വലി സിമ്പിൾ. നിങ്ങളെ റീഡറിനകത്തുള്ളതാണ് ഒറിജിനൽ സിമ്പിൾ. ഇവിടെ ജസ്റ്റ് ഒരു രീതിയിൽ കൊടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം അതിന് ചുറ്റുമുള്ള ആ ഒരു പ്രകാശം എന്ത് ചെയ്യുന്നു? ആ ചുറ്റിനുമുള്ള ആ ഒരു ഇരുട്ടിനെയൊക്കെ കളയുന്നു. പിന്നെ സ്ക്രിപ്ചർ എന്ന് പറയുന്നത് ഒരു റോയൽ പവറിന്റെ, ഒരു അധികാരത്തിന്റെ, ഒരു ഉന്നത അധികാരത്തിന്റെ ഏറ്റവും വലിയൊരു പ്രതീകമായിട്ടാണ് ഇങ്ങനെ. ഇത് നിങ്ങൾക്ക് ചില കാർട്ടൂണുകളിലൊക്കെ ഇത് കാണാൻ കഴിയും ശ്രദ്ധിച്ചാൽ. ഓക്കെ, പിന്നെ അടുത്ത ഒരു സ്നേക്ക് ബൈറ്റിംഗ് ഇറ്റ്സ് ടെയിൽ, അതായത് സിമ്പിൾ ഓഫ് എറ്റേണിറ്റി. എറ്റേണിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഒരിക്കലും അവസാനിക്കുന്നില്ല. എറ്റേണൽ ലവ് എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഒരിക്കലും അവസാനിക്കാത്ത ഒരു സ്നേഹം എന്നൊക്കെ പറയത്തില്ല, അതുമാതിരി. റിംഗ് ഹാസ് നീദർ എൻഡിങ് നോർ എൻഡ്. ഒരു റിംഗ് നോക്കുകയാണെങ്കിൽ അതിനെന്താ, ഒരു തുടക്കം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, ഒരു ബിഗിനിങ് അതിന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, അതുപോലെ അതിനൊരു അവസാനവുമില്ല. അതാണ് ആ ഒരു സ്നേക്ക് ബൈറ്റിംഗ് ഇറ്റ്സ് ടെയിൽ ടു ഫോം എ റിംഗ് എന്നുള്ള ഒരു സിമ്പിളിലൂടെ നമുക്ക്. പിന്നെ ഈ റെഡ് ഫിജീരിയൻ ക്യാപ്പ് നോക്കിയേ, ഇറ്റ് വാസ് വോൺ ബൈ സ്ലേവ് അപ്പോൺ ബിക്കമിങ് ഫ്രീ. ഇത് ആരൊക്കെയാണ് ധരിച്ചിരുന്നത്? ഇറ്റ് വാസ് വോൺ ബൈ ദ പീപ്പിൾ, അതായത്
ആൾക്കാർ, ഈ ചില ആൾക്കാർ സ്ലേവ്സ് ആയിരുന്ന ആൾക്കാരുണ്ട്, അത് അടിമകളായിരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ അടിമകള് എന്താ അവര് മോചിപ്പിക്കപ്പെട്ടപ്പോഴത്തേനും, അവര് ഫ്രീ ആയപ്പോഴത്തേനും, അവർക്ക് ഫ്രീഡം കിട്ടിയപ്പോഴത്തേനും അവര് വെയർ ചെയ്യുന്ന ക്യാപ്പാണ് ഈ ഒരു റെഡ് ഫൈജീരിയൻ ക്യാപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് കണ്ടോ ഇവിടെ എന്താ. ഓക്കെ, പിന്നെ ബ്ലൂ വൈറ്റ് റെഡ് ദ നാഷണൽ കളർ ഓഫ് ഫ്രാൻസ്. പിന്നെ അടുത്താണെങ്കിൽ ഫ്രാൻസിന്റെ ഒരു ഇതാണ് ദ വിൻഡ് വുമൻ പേഴ്സോണിഫിക്കേഷൻ ഓഫ് ദ ലോ. അവിടെ ലോയിനെ കാണിക്കുന്നു. പിന്നെ ദ ലോ ടാബ്ലറ്റ്, ദ ലോ ഇസ് ദ സെയിം ഫോർ ഓൾ ആൻഡ് ഓൾ ആർ ഈക്വൽ ബിഫോർ ഇറ്റ്. എല്ലാവർക്കും ലോ എന്ന് പറയുന്നത്, നിയമം എന്ന് പറയുന്നത് ഒരുപോലെയാണ്, എല്ലാവരും അതിന്റെ മുന്നിൽ ഈക്വൽ ആണ്. ഇതൊക്കെയാണ് കുറച്ച് സിമ്പിൾസ്. ഏറ്റവും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കേണ്ട ആ ഒരു റെഡ് ഫൈജീരിയൻ ക്യാപ്പിന്, അതുപോലെ ഐ വിത്ത് എ ട്രയാങ്കിൾ, ഓക്കെ, ബ്രോക്കൺ ചെയിൻ, ഇതൊക്കെയാണ് മോസ്റ്റ് പ്രൊമിനന്റ്ലി ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇനി നമ്മൾ എന്തിലേക്ക് പോവാണ്? ഫ്രാൻസ് അബോളിഷസ് മൊണാർക്കി ആൻഡ് ബിക്കംസ് എ റിപ്പബ്ലിക്കിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പോ ഇതിൽ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു രാജാവ് കീഴടങ്ങി എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. പക്ഷെ രാജാവ് കീഴടങ്ങി, പക്ഷെ രാജാവ് അടിയിൽ കൂടെ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുകയായിരുന്നു. അതാണ് സംഭവം. എന്തുവാന്ന് നമുക്ക് നോക്കാം. The situation in France continued to be tense during the following years. Although Louis XVI had signed the constitution, രാജാവ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ആവട്ടെ, കോൺസ്റ്റിറ്റ്യൂഷൻ സമ്മതിച്ചെങ്കിൽ പോലും he entered into secret negotiation with whom? With the king of Prussia. പ്രഷ്യ ആരായിരുന്നു? പ്രഷ്യയായിട്ട് എന്ത് ആക്ച്വലി ബന്ധം? ഒരു ഫസ്റ്റ് പാർട്ടിലൊക്കെ ശ്രദ്ധിക്കാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മേരി ആന്റണറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ആരായിരുന്നു എന്നൊക്കെ കമന്റ് കേട്ടോ. അപ്പം കിങ് ഓഫ് പ്രഷ്യ, അതായത് കുറച്ച് സീക്രട്ട് ആയിട്ടുള്ള നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇതിനെപ്പറ്റി. ഇവരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനും സൈൻ ചെയ്യിപ്പിച്ച് എന്നെ ഇവിടെ എനിക്കൊരു വിലയില്ലാത്ത രീതിയിലാക്കി ഇട്ടേക്കുക. എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് എന്ത് ചെയ്തു? രാജാവ് ഇതുപോലെ തീരുമാനിച്ചു. രാജാവ് അടിയിൽ കൂടെ കുറെ സൂത്രങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തു. റൂളേഴ്സ് ഓഫ് അതർ നെയ്ബറിംഗ് കൺട്രീസ് ടു വെയർ വറീഡ് അബൌട്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ പറയത്തില്ലേ, ഒരാൾ നന്നാവുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ ഈ ഒരു രാജ്യം കുറച്ചൊന്ന് മെച്ചപ്പെടുത്തിയെങ്കിലും അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര പേടിയായി. ദൈവമേ, ഇനി ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ അവിടെ വരുമോ, നമ്മളെയും തെറിപ്പിക്കുമോ നമ്മുടെ പൊസിഷനിൽ നിന്ന്. മറ്റേ രാജാവിനെ കോൺസ്റ്റിറ്റ്യൂഷൻ സൈൻ ചെയ്യിപ്പിച്ചു, അതുപോലെ നമ്മളെ അങ്ങനെ ആരെങ്കിലും ദൈവമേ അങ്ങനെ ഒരു ടെൻഷൻ, അങ്ങനെ ഒരു പേടി ആൾക്കാരുടെ ഈ നെയ്ബറിംഗ് ആയിട്ടുള്ള നേഷൻസിന് ഉള്ള ആൾക്കാരിൽ വരാൻ തുടങ്ങി. ഓൾറൈറ്റ്. പിന്നെ rulers of other neighboring countries too were worried about the development in France and made plans to send troops to put down the events that had been taking place since the summer of 1789. അപ്പം എന്ത് ചെയ്തു? ഈ ഒരു ആൾക്കാര്, ഈ അടുത്ത അയൽവക്കത്തെ ഈ ആൾക്കാരുണ്ടല്ലോ, നേഷൻസ്, എന്ത് ചെയ്തു? ഈ കുറച്ച് ഇതെങ്ങനെയും ഒന്ന് ഇല്ലാതാക്കണം അല്ലെങ്കിൽ തടഞ്ഞു വെക്കണം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ ട്രൂപ്സിനെ വിട്ടു. ട്രൂപ്സ് മീൻസ് ഈ ഒരു ആർമി, ഒരു ഫോഴ്സിനെ അവിടോട്ട് വിട്ടു. പക്ഷെ എന്താ, നാഷണൽ അസംബ്ലി എന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാരാണ്. ഇവർ ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി കണ്ട് അവർ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നതിന് മുമ്പേ അങ്ങോട്ട് ആക്രമിക്കാൻ പോയി. മനസ്സിലായോ? Thousands of volunteers thrown from the provinces to join army. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു പ്രഷ്യക്കും ഓസ്ട്രിയക്കും എതിരെ നാഷണൽ അസംബ്ലി ഏപ്രിൽ 1792 വോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഈ ഒരു പ്രഷ്യക്കും അതുപോലെ തന്നെ ഈ ഓസ്ട്രിയക്കും എതിരെ എന്ത് ചെയ്തു? വാർ ചെയ്തു. ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, വാർ വിത്ത് പ്രഷ്യ ആൻഡ് ഓസ്ട്രിയ ഇൻ 1792 വിത്ത് എക്കണോമിക് ഹാർഡ്ഷിപ്പ്. പക്ഷെ ഇവിടെ ആ ഒരു പോയിന്റ് ഒക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഡേറ്റും 1792 എന്നൊക്കെ പറഞ്ഞിരുന്ന ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്. ഏത് വർഷത്തിലാണ് ഈ വാറ് ബാക്കിയുള്ള കൺട്രീസുമായിട്ടൊക്കെ നോക്കിയിരുന്നേന്നൊക്കെ ഉള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ പോവാണെന്നുണ്ടെങ്കിൽ thousands of volunteers, ഇപ്പം കുറെ ആൾക്കാർ എന്ത് ചെയ്തു? ഈ ഒരു ഫോഴ്സിൽ ജോയിൻ ചെയ്തു. നമ്മൾ കൊണ്ട് കൂടെ രാജാവിനെതിരെ ഇന്ന് പ്രതിഷേധിച്ചിട്ടേ ഉള്ള കാര്യം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ എന്ത് ചെയ്തു? ഇവര് രാജാവിന്റെ അനീതികൾക്കുമെതിരെ പൊരുതി. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്തു? എല്ലാവരും കൂടെ എല്ലാവരും കൂടെ കൂടി ആ രാജാവിനെതിരെ പ്രതിഷേധിച്ചു. ഈ ഒരു വാറിന്റെ സമയത്ത് ആൾക്കാര് എന്താ പറയാ, ഈ നമ്മള് മാർച്ച് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, മാർച്ച് ചെയ്ത് പാടുക അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പം ഈ ഒരു പാട്രിയോട്ടിക് സോങ് അവിടെ പാടിയിരുന്നു. എപ്പം ഇങ്ങനെ മാർച്ച് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വാറിന്റെ സമയത്ത്. ഓക്കെ, ഇറ്റ് വാസ് സങ്
എന്ത് എന്താ പറയാ സോങ് ആണ് പാടിയെന്ന് വെച്ചാൽ മെഴ്സലീസ് എന്ന് പറയുന്ന ഒരു സോങ് ആണ് പാടിയിരുന്നത്. ഏത് സമയത്ത്? ഈ ഒരു വാറിന്റെ സമയത്ത്, അല്ലെങ്കിൽ ചിലപ്പം മാർച്ച് ചെയ്തുകൊണ്ട് പോയിരുന്ന സമയത്തായിരിക്കും. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് അത് ഏത് സമയത്താണ് കൃത്യമായിട്ട് പാടിയതെന്നൊന്നും പറയുന്നില്ല. ഐ തിങ്ക് മാർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഒരിടത്തുനിന്ന് അല്ലെങ്കിൽ രാജാവിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു സമയത്ത് പാടിയതായിരിക്കും. Among the patriotic song they sang was the Marseillaise, composed by poet Roger Taylor. They saw this as a war of the people against the kings and atrocities of all the Europe. It was sung for the first time by the volunteers when they marched into Paris. അതെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് പാരീസിലേക്ക് മാർച്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു എന്താ പറയാ പാട്രിയോട്ടിക് സോങ് പാടിയത്. ഓക്കെ, പിന്നെ ഈ ഒരു പേര് എങ്ങനെയാണ് എന്താ കിട്ടിയെന്ന് വെച്ചാൽ, അവര് മാർസലീസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൽ നിന്ന് പാരീസിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു പാട്ട് പാടിയത്. അങ്ങനെയാണ് ഇതിന് മാർസലീസ് എന്ന് പറയുന്ന ഒരു പേര് വന്നത്. പിന്നെ അപ്പം ഇപ്പോഴായാലും നമ്മൾ ശ്രദ്ധിച്ചാൽ ഫ്രാൻസിന്റെ നാഷണൽ ആന്തം എന്ന് പറയുന്നത് മാർസലീസ് ആണ്. ഓക്കെ, പിന്നെ the revolutionary wars brought losses and economic difficulties. ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ ഈ ഒരു പോയിന്റിൽ ഞാൻ പറയുന്നുണ്ട് എക്കണോമിക് ഹാർഡ്ഷിപ്പ്. അതൊരിക്കലും നമ്മൾ ഏതൊരു രാജ്യത്തിലും ഇപ്പം നമുക്ക് ചുറ്റിനും നടക്കുന്ന കാര്യങ്ങൾ നോക്കിയാലും യുദ്ധങ്ങൾ ഒരിക്കലും നമുക്കൊരു മനസ്സമാധാനമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരിക്കലും കൊണ്ടുവരില്ല. വാർ ഒരിക്കലും നമുക്ക് എന്താ പറയാ ഒരു സമാധാനമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഒരിക്കലും കൊണ്ടുവരില്ല. എന്തെങ്കിലും ഒരു റീസണിന് എതിരെയായിരിക്കും, അല്ലെങ്കിൽ ഒരു റീസൺ കാരണമായിരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാലും അവിടെ ഉണ്ടാവുന്ന ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അല്ലാതെ അവിടെ അടിയും ഇടിയും ഒക്കെ നടക്കുമ്പോൾ ഒരിക്കലും എല്ലാവർക്കും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയാൻ കഴിയില്ല. അത് തന്നെയാണ് എവിടെയും നടന്നത്, ഫ്രാൻസിലും ഉണ്ടായിരുന്നത്. The revolutionary wars brought losses and economic difficulties to the people. While the men were fighting at the front, women were left to cope up with the task of earning a living and looking after their families. ഒന്നും മനസ്സിലായില്ല. അതായത് ഈ ആൾക്കാര് കുടുംബത്തിലെ ആണുങ്ങളായിരുന്നു അന്ന് എന്ത് ചെയ്യുന്നത്, ഈ യുദ്ധങ്ങൾക്ക് പോകുന്നത്. അപ്പൊ യുദ്ധങ്ങൾക്ക് ഇവര് പോകുമ്പോഴത്തേനും വീട്ടിലെ സ്ത്രീകൾ തന്നെ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്ത് കണ്ടറിഞ്ഞ് ചെയ്യണമായിരുന്നു. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ഒരു large sections of the populations were convinced that the revolution had to be carried further, as the constitution of 1791 gave political rights only to the richer sections of the society. കുറേയും വലിയ ആൾക്കാർക്ക് മാത്രമേ അധികാരവും അവകാശങ്ങളും ഒക്കെ കൊടുത്തുള്ളൂ എന്നുള്ളൊരു തോട്ട് ആൾക്കാരിലേക്ക് വന്നപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും യുദ്ധമെങ്കിൽ യുദ്ധം, എന്താണെന്ന് അറിയത്തില്ല, എന്തുവാണെന്നും നമുക്ക് അറിയണ്ട, യുദ്ധമെങ്കിൽ യുദ്ധം, ഇവിടെ കുറേയും വലിയ ആൾക്കാർക്ക് മാത്രമേ എല്ലാ അവകാശങ്ങളും അധികാരങ്ങളും കിട്ടുന്നുള്ളൂ, അത് ശരിയായ ഒരു നടപടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെന്ത് ചെയ്തു, ഇവരിങ്ങനെ അതിനെ എതിരെ റിവോൾട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതുപോലെ തന്നെ ആ സമയത്ത് ഇങ്ങനെ ഒരു റെവല്യൂഷൻ, ഇങ്ങനെ ഒരു കുറെ അടിപിടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഉണ്ടായി വന്ന കുറേയും ക്ലബ്സ് മത്ലബ് കുറേയും ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇങ്ങനെ കൂടിയിരുന്ന് ഡിസ്കസ് ചെയ്യാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ കുറച്ച് ക്ലബ്ബ്, ഓക്കെ, കുറച്ച് പൊളിറ്റിക്കൽ ക്ലബ്സ് അവിടെ ഫോം ചെയ്തു. അതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബായിരുന്നു ജേക്കബിൻ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ്. എന്ത് ക്ലബ്ബാണ്? ജേക്കബിൻസ്. അതിനകത്തുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ജേക്കബിൻസ് എന്നുള്ളത്. ഓക്കെ, ജേക്കബിൻസ്. അതിനെ ലീഡ് ചെയ്തിരുന്നത് റോസ്ബെറി ജേക്കബ് എന്ന് പറയുന്ന ഒരു ആളാണ്. ഈ ആളുടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആളെങ്ങനെയായിരുന്നു, ആള് കുറേയും ഈ കാര്യങ്ങളൊക്കെ ഇമ്പോസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ദ മോസ്റ്റ് സക്സസ്ഫുൾ ഈ ക്ലബ്ബാണ്, ജേക്കബിൻസ് ക്ലബ്ബാണ്. ഇത് അതിന്റെ പേര് അതിന് എവിടെ നിന്നാണ് കിട്ടിയത്? സെന്റ് ജേക്കബിൻ എന്ന് പറയുന്ന ഒരു പാരീസിലുള്ള ഒരു കോൺവെന്റിൽ നിന്നാണ്, ഫോമർ കോൺവെന്റിൽ നിന്നാണ് എന്ത് കിട്ടിയത്, ആ ഒരു പേര് കിട്ടിയത്. ഈ കോൺവെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ബിൽഡിംഗ് വിച്ച് ബിലോങ്ങിങ് ടു എ കമ്മ്യൂണിറ്റി ഡിവോട്ട് ടു റിലീജിയസ് ലൈഫ്, ഒരു റിലീജിയസ് ലൈഫിന് വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഈ
പള്ളികൾ എന്നൊക്കെ പറയത്തില്ലേ, അതുമാതിരി ഒരു സോർട്ട് ഓഫ് റിലീജിയസ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്. അപ്പൊ അതിൽ നിന്നാണ് ഇതിനൊരു ഈ ഒരു ജേക്കബിൻസ് എന്നുള്ള പേര് കിട്ടിയത്. പക്ഷെ women too who had been active throughout this period formed their own clubs. ഈ ഒരു സമയത്ത് സ്ത്രീകളും അത് തൻ്റെതായിട്ടുള്ള ക്ലബും അതും ഇതൊക്കെ ഫോം ചെയ്തിരുന്നു. അതിനെപ്പറ്റി നമ്മൾ അടുത്ത പാർട്ടിൽ പഠിക്കുന്നതായിരിക്കും. Okay, the members of the Jacobin clubs belong mainly to the less prosperous sections of the society. അതായത് ഈ ഒരു സെക്ഷൻസിനകത്തുള്ള ആൾക്കാരെന്ന് പറയുന്നത് വളരെ ലീസ്റ്റ് എന്താ പറയാ അതായത് അധികം പണമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അവർ മെയിൻലി ലീസ്റ്റ് പ്രോസ്പെറസ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയിൽ ബിലോങ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. they were represented like ഷോപ്പ്കീപ്പേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസൻസ് അല്ലെങ്കിൽ വർക്കേഴ്സ്, അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു ഈ ഒരു ക്ലബിനകത്ത്. പിന്നെ their leader was Maximilian Robespierre. അത് ഞാൻ പറഞ്ഞു, ഇതൊരു MCQ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് MCQ ക്വസ്റ്റ്യൻ ആണ്. അതൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പേര്, ഇതിനകത്തുള്ള ആൾക്കാർ, ഇതൊക്കെ കുറച്ച് ഒരു മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, റോസ്പെയർ, മാക്സിമിലിയൻ റോബസ്പെയർ. ഓക്കെ, പിന്നെ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ a large group among the Jacobins decided to start wearing long striped trousers similar to those worn by the dock workers. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ഒരു പാൻറ് കണ്ടോ, കുറേ വരയും പുള്ളിയും എല്ലാം കുറെ ഉണ്ടല്ലേ. അതുപോലെ തന്നെ ചെരുപ്പായാലും ഭയങ്കര ഒരു പ്രത്യേക തരത്തിലുള്ളൊരു വസ്ത്രം അല്ലേ. ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇവരെന്താ ഇങ്ങനെ എന്താ ഈ നമ്മൾ പറയത്തില്ല ചില ഡയലോഗ് കുറച്ച് ഓവർ ആയാലേ ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന്, അതുമാതിരി ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യാനായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു വേഷം നടത്തിയത്. എന്തിനാന്ന് വെച്ചാൽ കുറേ അതായത് ഫാഷനബിൾ സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റിയിലുള്ള ആൾക്കാരുണ്ട്, അവരിൽ നിന്ന് തന്നെ വേർതിരിച്ച് കാണിക്കണം. ഞങ്ങൾ അങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരൊന്നുമില്ല, ഞങ്ങൾ കുറച്ച് പോഷ് ടീംസ്, ഞങ്ങൾ കുറച്ച് വേറെ ആൾക്കാരാണ്, അപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടെന്നൊക്കെ കാണിക്കാനായിട്ടാണ് ഇവർ ഇങ്ങനെ തരത്തിലുള്ള ഒരു വേഷം ഇട്ടത്. ഓക്കെ, ഇപ്പം എക്സ്പെഷ്യലി നോബിൾസ് ഒക്കെ എന്നൊക്കെ പറയുന്നത് അവർ നീ ബ്രീച്ചസ് ആയിരുന്നു ഇട്ടത്. നീ ബ്രീച്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ പണ്ടത്തെ ഈ ബ്രിട്ടീഷുകാരുടെ സിനിമയൊക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയും, നമ്മുടെ കാലിൻ്റെ ഒരു ഭാഗം വരെയുള്ള ഒരു വലിയ ഷൂസും അങ്ങനത്തെ ഉള്ള കുറച്ച് ഒരു പാൻറ്റും എന്നൊക്കെ ഒരു ടൈപ്പ്. അത് ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഹിസ്റ്ററി എപ്പോഴും പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കൊള്ളാലോ എന്നൊക്കെ പറയുന്ന സംഭവം നിങ്ങൾക്ക് ക്ലിക്ക് ആവും, പിന്നെ പഠിക്കാൻ രസമായിരിക്കും. ഓക്കെ, പിന്നെ നീ ബ്രീച്ചസ് പോലെയുള്ള കാര്യങ്ങൾ ഇട്ടു. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എന്തിനാണ് ഇവർ ഇങ്ങനെ ഇട്ടേന്ന് വെച്ചാൽ അവരുടെ ഒരു വേ ഓഫ് പ്രൊക്ലൈമിങ് ദ എൻഡ് ഓഫ് പവർ വൈഡഡ് ബൈ ദ, അതായത് നീ ബ്രീച്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് നോബിൾസ് എന്ന് പറഞ്ഞല്ലോ. ഇനി നിങ്ങളുടെ കാലഘട്ടവും നിങ്ങളുടെ പവറും ഒക്കെ കുറച്ച് തീർന്നു, നിങ്ങളൊക്കെ ഒതുങ്ങിയടാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, തീർന്നടാന്നൊക്കെ പറയത്തില്ലേ, ആ രീതിയിൽ അവരെ ഒന്നെന്താ നിങ്ങളുടെ പവറൊന്നും നിങ്ങളുടെ സംഭവങ്ങളൊന്നും ഇനി ഇവിടെ ഏക്കത്തില്ല, ഇനി നമ്മുടെ ഒരു റൂളാണ് നടക്കാൻ പോകുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ അവർ മെയിൻലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതും അത് തന്നെയാണ്. കണ്ടോ ഇവരുടെ പാൻറ് കണ്ടോ. ഓക്കെ, അപ്പം these Jacobins came to be known as sans-culottins, literally mean those without the knee breeches. ഇങ്ങനെയുള്ള ആൾക്കാരെ sans-culottins എന്നാണ് വിളിക്കുന്നത്. ഇവിടെ I think കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. Where they wore long trousers, sans-culottins and the red liberty caps, rejecting the noble fashion. നോബിൾ ഫാഷൻ എതിരെയായിരുന്നു ഈ ഒരു സംഭവം. ഇങ്ങനെ അതായത് നമ്മൾ അവരുടെ കാറ്റഗറി, നിങ്ങളുടെ നോബിൾ കാറ്റഗറി പെടുന്ന ആൾക്കാരല്ല ഞങ്ങൾ നിങ്ങൾക്കെതിരെയാണ്, നിങ്ങളുടെ പവറും നിങ്ങളുടെ അധികാരങ്ങളൊക്കെ ഇനി അധിക കാലത്തേക്കൊന്നും നീണ്ടു പോകത്തില്ല എന്നൊക്കെയുള്ള ഒരു ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഇവരെന്ത് ചെയ്തത്, ഇങ്ങനൊരു സംഭവം ഇട്ടത്. ഭീഷണി ഒന്നുമല്ല, ഞാൻ ഒരു എക്സാജറേറ്റഡ് ആയിട്ട് പറഞ്ഞത്, ജസ്റ്റ് അവർക്കെതിരെയായിരുന്നു. ഓക്കെ, പിന്നെ in the summer of 1792, the Jacobins planned an execution of a large number of Parisians who were angered by the short supplies and high prices of food. On the morning of August 10, they stormed the palace of Tuileries, massacred the king's guards, and held the king himself as a hostage for several hours. Later, the assembly voted to imprison the royal family. Elections were held. From now on, all men of 21 years and above, regardless of wealth, got the right to vote. The newly elected assembly was called the Convention. On 21st September 1792, it abolished the monarchy and declared France a republic. As you know, a republic is a form of government with a public elected government, including the head of the government. ഭയങ്കര ഇംഗ്ലീഷ് ആയിപ്പോയല്ലേ.
ഇത് സംഭവം പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇതെന്ന് വെച്ചാൽ 1792 ഇവിടെ ഒരു ഡേറ്റ് കണ്ടില്ലേ, August 10, 1792. അപ്പൊ ഈ ഒരു ഡേറ്റിൽ ഈ പാരീസിയൻസ് എന്ന് പറയുന്ന ഒരു കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, ഈ ഫുഡിനൊക്കെ അന്ന് ഭയങ്കര കുറവായിരുന്നു. അപ്പം അതിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് August 10 ഇവര് ടുലറീസ്, അതായത് ഒരു പാലസ് ഓഫ് ടുലറീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഉണ്ടെന്നല്ല, ഒരു സ്ഥലമുണ്ട്. ഓക്കെ, അപ്പം ഈ പാലസിൽ ഇവരെന്ത് ചെയ്തു, നമ്മുടെ പണ്ടല്ല, ഈ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കണ്ടിരുന്നു സ്റ്റോമിങ് ഓഫ് ബാസ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പൊ അതുമാതിരി സംഭവം ഇവിടെ അവർ നടത്തി. പാലസ് ഓഫ് ടുലറീസിനെ അവരെന്ത് ചെയ്തു, സ്റ്റോം ചെയ്തു. പാരീസിയൻസ് സ്റ്റോം ചെയ്തു. എന്തിനെതിരെയായിരുന്നു? കാരണം അവർക്ക് ഭക്ഷണം ഇല്ലായിരുന്നു, കഴിക്കാൻ ഭക്ഷണം ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ഷോർട്ടേജിനെതിരെ അവർ പ്രതിഷേധിച്ചു. എങ്ങനെയാണ് പ്രതിഷേധിച്ചത്? ഈ പാലസ് ഓഫ് ടുലറീസിനെ എന്ത് ചെയ്തു, സ്റ്റോം ചെയ്യുന്നതുകൊണ്ട് ഇവര് അത് എന്ത് ചെയ്തു, പ്രതിഷേധിച്ചു. കണ്ടു, ഇവിടെ ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. Palace of Tuileries. The convention abolished monarchy on September 21, 1792. അതുപോലെ തന്നെ ഇവര് രാജാവിന്റെ ആൾക്കാരെയും അതുപോലെ തന്നെ രാജാവിനെയും കുറെ നേരം പിടിച്ചു വെച്ചിരുന്നു. അതുപോലെ തന്നെ റോയൽ ഫാമിലിനെ ഇംപ്രസൻ ചെയ്യാനായിട്ട് അവര് ലേറ്റർ അവര് വോട്ട് ചെയ്തു. അതുപോലെ തന്നെ എലക്ഷൻസ് ഹെൽഡ് ചെയ്തു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു 25 വയസ്സിനും അതിന് മുകളിലുള്ള ആൾക്കാരും അതുപോലെ തന്നെ ടാക്സ് 3 തൊഴിലാളികള് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന 3 ദിവസത്തെ അവരുടെ ശമ്പളത്തിന് തുല്യമായി ആരാണോ ടാക്സ് പേ ചെയ്യുന്നത് അവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ. അപ്പം ആ ഒരു സംഭവമൊക്കെ മാറ്റി അങ്ങോട്ട്. ആ ഒരു സംഭവം മാറ്റിയിട്ട് എന്തുകൊണ്ടുവന്നു? 21 വയസ്സും അതിന് മണ്ടയ്ക്കുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും, റിഗാർഡ്ലെസ് ഓഫ് വെൽത്ത് വിച്ച് ഗോട്ട് ദ റൈറ്റ് ടു വോട്ട്. അവർക്ക് പണം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഇല്ല, 21 വയസ്സും അതിന്റെ അപ്പുറമുണ്ട്, if they are elder than that 21 years അവർക്ക് എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം. ഓക്കെ, ദ ന്യൂലി എലക്റ്റഡ് അസംബ്ലിനെ, ആ ഒരു ന്യൂലി എലക്റ്റഡ് അസംബ്ലിനെ അവിടെ വിളിക്കുന്ന പേര് കോൺവെൻഷൻ എന്നാണ്. 21 സെപ്റ്റംബർ 1792 ഇത് മൊണാർക്കിനെ അബോളിഷ് ചെയ്തു. എന്നിട്ട് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക് ആയിട്ട് എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യന്റെ ഒരു ഇതാണ്. റിപ്പബ്ലിക് ഇസ് എ ഫോം ഓഫ് ഗവൺമെന്റ് where the people elect the government including the head of the government. അതായത് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗവൺമെന്റിന്റെ ഒരു ഫോം തന്നെയാണ്, വേറെ ആൾക്കാർ ഗവൺമെന്റിനെ എലക്ട് ചെയ്യും. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ ഒരു തലവൻ എന്നൊക്കെ പറയത്തില്ലേ, അപ്പം ആ ഒരു ആളിനെയും എലക്ട് ചെയ്തു, ഹെഡ് ഓഫ് ദ ഗവൺമെന്റിനെ എലക്ട് ചെയ്യും. ദർ ഇസ് നോ ഹെറിഡിറ്ററി മൊണാർക്കി. എന്റെ അച്ഛൻ രാജാവായതുകൊണ്ട് ഞാനും രാജാവ്, ആ പരിപാടിയൊന്നും ഇവിടെ നടക്കത്തില്ല. എന്താണോ അത് ഇലക്ഷനിലൂടെ. യു ക്യാൻ ട്രൈ ആൻഡ് ഫൈൻഡ്. അതായത് കുറച്ച് ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ള കൺട്രിയൊക്കെ കൺട്രീസിനെയൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം എന്തൊക്കെ കൺട്രീസ് ആണ് അങ്ങനെ നിങ്ങളുടെ പരിചയത്തിലുള്ളത്, അല്ലെങ്കിൽ ഇപ്പോഴും മൊണാർക്കിയിലുള്ള കൺട്രി, സ്റ്റിൽ നമുക്ക് രാജാക്കന്മാർ ഭരിക്കുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ഇതൊക്കെ എന്താ അറിയാവുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, പിന്നെ ഇതിന്റെ അവസാനം ലൂയിസ് 16 was sentenced to death. എന്തിന്? പുള്ളിക്കാരനെ അങ്ങ് തട്ടിക്കളഞ്ഞു by the court on the charge of treason. Treason എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം രാജ്യത്തെ ചതിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ബിട്രയൽ ഓഫ് വൺസ് കൺട്രി, ആ സംഭവമാണ് ട്രിസൺ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം on 21st January 1793 he was executed publicly at the Palace de la Concorde. The Queen Marie Antoinette met with the same fate shortly after. ലൂയിസ് 16 എന്ത് ചെയ്തു? ലൂയിസ് 16നെ എന്ത് ചെയ്യണം, തൂക്കിലേറ്റണം എന്നൊരു വിധി കോർട്ട് എന്ത് ചെയ്തു, പുറപ്പെടുവിപ്പിച്ചു. അതുപോലെ തന്നെ 21 ജാനുവരി 1793 ആളിനെ ഇങ്ങനെ പബ്ലിക് പ്ലേസ് ഡി ലാ കോൺകോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എന്ത് ചെയ്തു, സെന്റൻസ് ടു ഡെത്ത്, അതായത് അതിനെ ഹാങ് ചെയ്തു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ തന്റെ വൈഫ്, അതായത് പുള്ളിക്കാരന്റെ വൈഫില്ലേ മേരി ആന്റണറ്റ്, ആ ഒരു രാജ്ഞിനെയും ഇത് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ കൊല്ലപ്പെട്ടു. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൻ ഓഫ് ടെറർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് മൈൻഡിലോട്ട് വരുന്നൊരു ആളാണ് നെപ്പോളിയൻ ബൊണാപ്പാർട്ട്. നീ ആരാ നെപ്പോളിയനൊക്കെ പഠിക്കുവാണെന്നൊക്കെ പഠിക്കത്തില്ലേ, അപ്പൊ ഇവിടെയാണ് ഈ നെപ്പോളിയനും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് നെപ്പോളിയൻ വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ പറഞ്ഞിരുന്നു. മാക്സിമിലിയൻ റോബിസ്പിയർ അങ്ങനെ ഒരു ചെറിയ പുള്ളിക്കാരനൊന്നുമല്ല, ആള് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, കുറെ അധിക കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിരുന്നു. എന്താന്ന് വെച്ചാൽ ദ പീരിയഡ് ഓഫ് 1793 to 1794 എന്ന് പറയുന്നത് റെയിൻ ഓഫ് ടെറർ ആയിട്ടായിരുന്നു
പറയപ്പെടുന്നത്. ഒരു ഭയങ്കരമായ ഒരു ഭീകരമായ ഒരു കാലഘട്ടം. എന്തെന്ന് വെച്ചാൽ റോബിസ്പിയർ ഫോളോഡ് എ പോളിസി ഓഫ് സിവിയർ കൺട്രോൾ ആൻഡ് പണിഷ്മെന്റ്. ആൾക്ക് ഭയങ്കര ഒരു എന്താ പറയാ, ഞാൻ പറയുന്നത് കേട്ട് നിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ നിന്നെയൊക്കെ തട്ടിക്കളയും, ആ ഒരു പോളിസി ആയിരുന്നു. മറ്റേ വെട്ടൊന്നും മുറി തരണ്ടെന്നൊക്കെ പറയത്തില്ലേ, അമ്മാതിരി ഒരു വൈബുള്ള ഒരു പുള്ളിക്കാരനായിരുന്നു. All those who he saw as enemies of the republic, ex-nobles അല്ലെങ്കിൽ clergies അല്ലെങ്കിൽ members of other political parties, even സ്വന്തം പാർട്ടിയിലെ ആൾക്കാര് തനിക്കെതിരെ നിൽക്കുവാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തട്ടിക്കളയും. മനസ്സിലായോ? അമ്മാതിരി ഒരു പോളിസി ഓഫ് ടെറർ ഓഫ് മീൻസ് അങ്ങനത്തെ ഒരു മെത്തേഡ് ഓഫ് പണിഷ്മെന്റ് ഒക്കെ ആയിരുന്നു, മെത്തേഡ് ഓഫ് തിങ്കിങ്, വേ ഓഫ് തിങ്കിങ് പണിഷ്മെന്റ് ഒക്കെ ആയിരുന്നു ആൾക്കുള്ളത്. ഓക്കെ, പിന്നെ if the court found them guilty they were guillotined. Guillotine എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചില കാർട്ടൂണിലൊക്കെ കാണും, അല്ലെങ്കിൽ ചില പ്രോഗ്രാംസ് അല്ലെങ്കിൽ സീരിയൽസിൽ അങ്ങനെ കുറച്ച് ഡ്രാമാസിലൊക്കെ സ്ക്രിപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇങ്ങനെ തല വെച്ചിട്ട് ഒരു സംഭവം, ഒരു ബ്ലേഡ് മാതിരി സംഭവം വെച്ച് നമ്മളിങ്ങനെ താഴോട്ടാക്കുമ്പോഴത്തേക്കിനും തല അങ്ങ് പോയി കിട്ടുന്ന ഒരു സാധനമുണ്ട്. അതാണ് എന്ത്, ഈ ഗുലറ്റിൻ എന്ന് ഒരു മെഷീൻ മാതിരി സാധനം. നിങ്ങൾ അതും സെർച്ച് ചെയ്ത് നോക്കുക, അതും ഗൂഗിളിന്റെ പടം നോക്കുക, അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ ക്ലിക്ക് ആവും. ഓക്കെ, അപ്പം ഇത് നെയിം ചെയ്തിരുന്നത്, ഇത് ഇൻവെന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും, ഇപ്പം സയൻസിലാണെങ്കിലും സോഷ്യലിലാണെങ്കിലും മാത്സിലാണെങ്കിലും ഏതൊരു വിഷയത്തിലാണെങ്കിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്നറിയോ, ഈ ആരാണോ അതിനെ ഇൻവെന്റ് ചെയ്യുന്നത് അവരുടെ ആൾക്കാരുടെ പേര് വെച്ചായിരിക്കും ഇത് പിന്നീട് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ഇതാണ്, പോളിസിയാണ് ഇവിടെ. ഇറ്റ് വാസ് നെയിംഡ് ആഫ്റ്റർ ഡോക്ടർ ഗുലറ്റിൻ ഹു വാസ് ഇൻവെന്റഡ്. ഈ പുള്ളിക്കാരനാണ് എന്ത് ചെയ്തത്, ഇതിനെ ഈ ഒരു മെഷീനെ ഇൻവെന്റ് ചെയ്തത്. ഈ മെഷീൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ ഡിവൈസ് കൺസിസ്റ്റിംഗ് ഓഫ് 2 poles and a blade with which a person is beheaded. Behead എന്ന് വെച്ചാൽ തല വിച്ഛേദിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, റോബിസ്പിയർ ഗവൺമെന്റ് issued laws placing maximum ceiling on wages and prices. Meat and bread were ഈ ഒരു പാരഗ്രാഫ്, അതായത് പേജ് നമ്പർ 16 ഇപ്പം ഞാൻ വായിക്കുന്ന സെക്കൻഡ് പാരഗ്രാഫ്, റെയിൻ ഓഫ് ടെററിന്റെ 3.1 എന്നുള്ള ഒരു ഇതിൽ റെയിൻ ഓഫ് ടെററിന്റെ സെക്കൻഡ് പാരഗ്രാഫിന്റെ ആ ഒരു ഇപ്പം ഞാൻ വായിക്കുന്ന പാർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതിൽ 3 marks to 4 marks വരെയുള്ള ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു, നിങ്ങൾക്ക് ഈവൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സ് നോട്ട്ബുക്കിൽ വരെ തരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെയാണ് റോബിസ്പിയർ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെയുള്ള പ്ലേസുകൾ, നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഓക്കെ, പോയിന്റ് ആയിട്ട് പറയാം. മീറ്റ് ആൻഡ് ബ്രെഡ് വെയർ റേഷൻഡ്. peasants were forced to transport their grain to the cities and government ഏത് റേറ്റിലാണോ ഈ ഗ്രെയിൻസ് ധാന്യങ്ങളുടെ പ്രൈസ് പറയുന്നത് ആ റേറ്റിൽ തന്നെ മാത്രം സെല് ചെയ്യുക. പിന്നെ അത് ഒരുപാട് വില കൂടിയ ഫ്ലോർ, അതായത് ഈ പൊടികളൊന്നും യൂസ് ചെയ്യുക, എല്ലാവർക്കും ഒരേ മാതിരിയുള്ള ഒരു പ്ലെയിൻ ഫ്ലോർ എന്ന് പറയുന്ന ഇക്വാലിറ്റി ബ്രെഡ് എന്ന് പറയുന്ന സാധനം, അത് വെച്ച് മാത്രമേ എല്ലാവരും യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം സീലിംഗ് ഓൺ വേജസ് ആൻഡ് പ്രൈസ്, അതായത് വേജസ് ആൻഡ് പ്രൈസ് മീൻസ് എല്ലാത്തിനും ഭയങ്കര ഒരു സിവിയർ കൺട്രോൾ ആയിരുന്നു. ഈ ഒരു സാലറി കിട്ടുന്ന ശമ്പളത്തിനായാലും എല്ലാത്തിൻ്റെയും പ്രൈസുകളിലും എല്ലാം ഒരു സിവിയർ ആയിട്ടുള്ള ഒരു കൺട്രോൾ ആയിരുന്നു. ഓക്കെ, ദ യൂസ് ഓഫ് മോർ എക്സ്പെൻസീവ് വൈറ്റ് ഫ്ലോർ വാസ് ഫോർബിഡൻ. ലോഫ് ഓഫ് വീറ്റ്, അതായത് ഇക്വാലിറ്റി ബ്രെഡ് എന്ന് പറയുന്ന സാധനമായിരുന്നു യൂസ് ചെയ്യേണ്ടിരുന്നത്. ഇക്വാലിറ്റി വാസ് സോട്ട് ടു പ്രാക്ടീസ് ത്രൂ ഫോംസ് ഓഫ് സ്പീച്ച് ആൻഡ് അഡ്രസ്. എല്ലാത്തിലും ഇക്വാലിറ്റി ഉണ്ടാവണം എന്നൊരു സംഭവമായിരുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഈ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഫ്രഞ്ച് അറിയാവുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കുറേ ഡ്രാമകളൊക്കെ കാണുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഈ മോൺസിയർ അല്ലെങ്കിൽ മെദാം എന്നൊക്കെ പറയുന്നത് കുറച്ച് ഫ്രഞ്ച് ഒരു ടൈപ്പ് ഓഫ് നെയിം, പ്രൊനൗൺസിയേഷൻ ഉള്ള നെയിംസ് ആണ്. അപ്പം ആ ഒരു നെയിംസിനൊക്കെ പകരം എല്ലാവരെയും സിറ്റോയിൻ, സിറ്റോയിനി, സിറ്റിസൺ എന്നുള്ളൊരു മീൻസിൽ എല്ലാവരെയും അങ്ങനെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ആർക്കും അങ്ങനെ ഒരു മുൻഗണനയോ സംഭവങ്ങളൊന്നും ഇവിടെ വേണ്ട എന്നുള്ളതായിരുന്നു. ചർച്ചസ് എല്ലാം പൂട്ടിക്കെട്ടി ആൻഡ് ദെയർ ബിൽഡിംഗ്സ് വെർ കൺവേർട്ടഡ് ടു ബറാക്സ് ആൻഡ് ഓഫീസസ്. ആ ചർച്ചസ് ഒക്കെ എന്തായി മാറി, ഓഫീസും ബറാക്സുമായിട്ട് മാറി. റോബിസ്പിയർ pursued his policies so relentlessly that തൻ്റെ റോബിസ്പിയർ എന്ത് ചെയ്തു, ഇതങ്ങ് അങ്ങേ അറ്റം പുള്ളിക്കാരൻ അങ്ങ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് തൻ്റെ സപ്പോർട്ടർ ആയിരുന്നവർ പോലും എന്ത് ചെയ്തു, ഈ കൂടെ പുറകിൽ നിന്ന് അങ്ങ് വലിഞ്ഞു. ആൻഡ് ഫൈനലി എന്ത് ചെയ്തു, കോർട്ട് ഇൻ ജൂലൈ 1794 പുള്ളിക്കാരനെ മാക്സിമിലിയൻ റോബസ്പിയറിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അതുപോലെ തന്നെ ഗുലറ്റനിൽ സെൻഡ് ചെയ്തു. പുള്ളിക്കാരനെ കൊന്നു എന്ന് അർത്ഥം.
ഓക്കെ, ഇവിടെ ലാസ്റ്റിൽ ഇവിടെ കാണാൻ പറ്റും ലോസ് ആൻഡ് ഫിക്സ്ഡ് മാക്സിമം വേജസ്, പ്രൈസസ്, റേഷൻ ഫുഡ്, മാൻഡേറ്റ് ഇക്വാലിറ്റി ബ്രെഡ്, ചർച്ചസ് ക്ലോസ് ചെയ്തു. ഇതൊക്കെ ഭയങ്കര ഷോർട്ട് പോയിന്റ്സ് ആയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എക്സാമിന് എഴുതുമ്പോൾ എപ്പോഴും റീഡറിൽ തന്നിരിക്കുന്ന അതേ പോയിന്റ് അമ്മാതിരി എഴുതി വെച്ചാൽ മാർക്ക് എപ്പോഴും കിട്ടും. നമ്മൾ ഈ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ കണ്ടന്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് സോഷ്യലിൽ. ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് എത്രയൊക്കെ ഡേറ്റുകൾ പറഞ്ഞു, എന്തൊക്കെ പോയിന്റ് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറയുന്ന രീതിയിൽ കഥ പോലെ പഠിച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഓർത്തിരിക്കാനും ഭയങ്കര എളുപ്പമാവും. ഇങ്ങനെ കുറെ പാൻറ്റുകൾ ധരിച്ചിരുന്നു, ആർക്കെതിരെയാണ് ആ പാൻറ്റുകൾ ധരിച്ചത്, നോബിൾസിനെതിരെ, അങ്ങനെയൊക്കെ ആലോചിച്ച രീതിയിൽ ഒരു സിനിമ പോലെ നമുക്ക് എപ്പോഴും ഒരു സിനിമ ഒരു തവണ കണ്ടാൽ നമ്മൾ അതിന്റെ കഥയും പാട്ടും ഉൾപ്പെടെ നമ്മൾ പഠിക്കും. അപ്പൊ പറയുമല്ലോ എടാ ഇങ്ങനെ സംഭവിച്ചടാ അങ്ങനെ സംഭവിച്ചത്, നമ്മൾ കഥ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വിധം വരെ നമ്മൾ റെഡി ആയിരിക്കും അല്ലെ. അപ്പൊ ആ രീതിയിൽ ഈ ഒരു ഹിസ്റ്ററി പഠിക്കുകയാണെന്ന് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ അത്ര പ്രയാസം കാണത്തില്ല. പിന്നെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡേറ്റുകളുണ്ട്, അത് എവിടെയെങ്കിലും ഒരു ഷോർട്ട് നോട്ട്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഓക്കെ, ഈവൻ സപ്പോർട്ടേഴ്സ് ഡിമാൻഡഡ് മോഡറേഷൻ. പിന്നെ അതുപോലെ റോബിസ്പിയറിനെ ഇത് ഷോർട്ട് ആയിട്ടാണ് വീണ്ടും പറയാം. പിന്നെ ജൂലൈ 1794 ആ ഒരു പീരീഡ്, റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്ന ഒരു പീരീഡ് എൻഡ് ചെയ്തു. ഓക്കെ, അത്രയാണ് റെയിൻ ഓഫ് ടെറർ. പിന്നെ നമുക്ക് വളരെ ഷോർട്ടായിട്ട് വരുന്ന കുറച്ചൊരു പാരയും കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു സെഷൻ എൻഡ് ചെയ്യാം. ഓക്കെ, ദ ഡയറക്ടറി റൂൾ ഫ്രാൻസ്. അതായത് ജേക്കബിൻ ഗവൺമെന്റ്, ദ ഫോൾ ഓഫ് ദ ജേക്കബിൻ ഗവൺമെന്റ് എന്തിനൊരു എന്താ പറയാ, ഒന്ന് വീണപ്പോ ഒന്ന് പൊങ്ങി വന്നു എന്നൊക്കെ പറയത്തില്ല. അപ്പൊ ആ പൊങ്ങി വന്നത് എന്തായിരുന്നു, വെൽത്തിയർ മിഡിൽ ക്ലാസ് ടു സീസ് പവർ. അതായത് മിഡിൽ ക്ലാസ്സിൽ കുറച്ച് റിച്ച് ആയ ആൾക്കാർ വീണ്ടും പവർ എടുക്കുക എന്നുള്ളൊരു, അവർക്ക് അങ്ങനെയുള്ളവർക്ക് അവസരം കൊടുത്തു. ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തു, വീണ്ടും ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഇവിടെ ഒരു നോൺ പ്രോപ്പർട്ടീസ്, അതായത് ഈ പണമോ അധികാരങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ വീണ്ടും പറ്റത്തില്ല എന്നുള്ളൊരു സംഭവത്തിലേക്ക് വീണ്ടും വന്നു. ആൻഡ് ഇവര് 2 എലക്റ്റഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആയിട്ട് ഇവിടെ ഇതും മാറി. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് പാർട്ടാണ് കേട്ടോ. ദെൻ ഇവര് ഒരു ഡയറക്ടറിനെ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് മേഡപ്പ് ഓഫ് 5 മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരാളുടെ കയ്യിൽ മാത്രം പവറിനെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാതിരിക്കാനായിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്തത്. പക്ഷേ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് എന്ത് ചെയ്തു, ലെജിസ്ലേറ്റീവ് അടി ഉണ്ടാക്കി, ലെജിസ്ലേറ്റീവ് തമ്മി അടി ഉണ്ടാക്കി, എല്ലാവരും കൂടെ അടി ഉണ്ടായി. അങ്ങനെ ഒരു വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പ്രശ്നമൊക്കെ ആയപ്പോഴത്തേനും അതിന്റെ ഒരു എന്താ പറയാ, ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് അത് ലീഡ് ചെയ്തു. ഓക്കെ, അതാണ് പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയിലേക്ക് അത് ലീഡ് ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു, പുതിയ ഒരു നായകൻ ജനിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി അവിടെയാണ് ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർ ആയ നെപ്പോളിയൻ ബൊണാപാർട്ടിന്റെ ഒരു റൈസ്. അപ്പോഴാണ് പുള്ളിക്കാരൻ ഇങ്ങനെ വന്നത്. ഓക്കെ, എപ്പോഴാണ് വന്നത്, ഈ ഒരു ജേക്കബിൻ ക്ലബ്ബ്, അതായത് മാക്സിമിലിയൻ റോബിൻസ്പിയറിനെ കൊന്നതോടെ ആ ഒരു ജേക്കബിൻ ക്ലബ്ബ് പോയപ്പോഴത്തേനും പുതിയൊരു ഡയറക്ടറി ഗവൺമെന്റ് എന്ന് പറയുന്ന സാധനമൊക്കെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവിടെ ഒരു ഡയറക്ടറി ഉണ്ടായിരുന്നു, ഒരു എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരുന്നു. അവിടെ 5 ആൾക്കാരുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ഭയങ്കര പൊരിഞ്ഞടിയായിരുന്നു. അപ്പം അത് കാരണം പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് അത് ലീഡ് ചെയ്തു. അപ്പം നെപ്പോളിയൻ ബൊണാപ്പാർട്ട് എന്ന് പറയുന്ന ഒരാൾ എന്ത് ചെയ്തു, അതിന് ഒരു വഴിയൊരുക്കി. അപ്പം ത്രൂ ഓൾ ദീസ് ചേഞ്ചസ് ഇൻ ദ ഫോം ഓഫ് ഗവൺമെന്റ്, ദ ഐഡിയൽസ് ഓഫ് ഫ്രീഡം, ഇക്വാലിറ്റി ബിഫോർ ദ ലോ ആൻഡ് ഫെർട്ടേണിറ്റി remained inspiring ideals that motivated political movements in France and the rest of the Europe during the following. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ, അടി പിടി വഴക്ക്, ഫുഡിന് ദാരിദ്ര്യം, അങ്ങനെ എന്തൊക്കെ നടന്നാലും ഈ പറഞ്ഞ ഐഡിയൽസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോ അല്ലെങ്കിൽ ഫ്രട്ടേണിറ്റി, ഇതിനൊക്കെയുള്ള ഈ ഒരു ഐഡിയൽസ് എപ്പോഴും അതുപോലെ തന്നെ നിലനിന്നു. അത് കാരണമാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും കുറെ ആൾക്കാർ കുറെ ഐഡിയാസും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നതിലൊക്കെ ആൾക്കാർ മുന്നോട്ട് വന്നത്. ആ ഒരു ഐഡിയാസിനും ആ ഒരു ഐഡിയൽസിനൊന്നും ഒരു മാറ്റവും വന്നില്ല. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫ്രാൻസ് ഒരു മൊണാർക്കിയിലേക്ക് എത്തി, അല്ലെങ്കിൽ മൊണാർക്കി കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തു, രാജാവിന്റെ പതനം എന്ന് നമ്മൾ പറയാൻ ഈ ഒരു പാട്ടിൽ, പിന്നെ റിപ്പബ്ലിക് ആയതാണ് ഇപ്പൊ പഠിച്ചത്. ഇനി നമ്മൾ അടുത്ത പാട്ടിൽ എന്താണ് പഠിക്കാൻ പോകുന്നത്, വുമണിന് എങ്ങനെയാണ് റെവല്യൂഷൻ ഉണ്ടായത്, അതുപോലെ തന്നെ സ്ലേവറിനെ കംപ്ലീറ്റ് ആയിട്ട് അബോളിഷ് ചെയ്തത്, എവരിഡേ ലൈഫ് ആൻഡ് റെവല്യൂഷൻ. ഈ ഒരു 3 പാർട്ടും കൂടെ, അതും കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാം.
ചോദിക്കാൻ മടിക്കല്ല്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ ഒരു 2-3 പടങ്ങളും കുറേ പിക്ചേഴ്സും ഒക്കെ ഇല്ലേ, അതൊക്കെ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മനസ്സിലായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.